ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? അപ്പോൾ മോളിയമ്മ ഇന്നൊരു സ്പെഷ്യൽ വെറൈറ്റി ഊണെന്ന് പറയാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് പഴങ്കഞ്ഞിയാണ് കഴിക്കാൻ പോണത്. അതും പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം നമുക്കറിയാം. അയണുണ്ട്, നല്ല 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 ബാക്ടീരിയ ഉണ്ട്, നമ്മുടെ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്, തൈര് ഇട്ടിട്ടുണ്ട്, അച്ചാറുമുണ്ട്. പിന്നെ സ്പൂണ് കൊണ്ട് കഴിച്ചില്ല, കൈ കൊണ്ട് കഴിച്ചേന്ന് പറയരുത്. നമ്മൾ പഴങ്കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ കുടിച്ചാലേ ശരിയാകുള്ളൂ. ആ പണ്ടത്തെ ആ ഒരു വായിൽ വെള്ളം വരുന്നുണ്ടാ. നമ്മളെന്ത് ഇറച്ചിയോ ചോറോ മീനോ എന്തൊക്കെ കഴിച്ചാലും ഇതിൻ്റെ ഒരു ടേസ്റ്റോ ഇതിൻ്റെ ആ ഒരു എന്ത് പറയാനാ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതുള്ള ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിയും എല്ലാം കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. തൈര് പിന്നെ പയറിട്ടിട്ടുണ്ട്. ഇതിൽ പഴങ്കഞ്ഞി ഇഷ്ടമുള്ളവരും മോളിയമ്മ ഇഷ്ടമുള്ളവരും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പണ്ടൊന്നും ഇങ്ങനെ പതുക്കെ എല്ലാവരും കഴിച്ചിട്ടിരുന്നത്. ഇപ്പം ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റിയില്ല. പണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ കുറച്ച് ദാരിദ്ര്യം പിടിച്ച കാലങ്ങളൊക്കെ ആയിരുന്നു. അത് നമ്മൾ പറയണതിനിപ്പോൾ നമ്മൾ കുറച്ചിൽ വിചാരിക്കുക. നമ്മൾ പഴയ കാലങ്ങൾ ഓർത്താൽ മാത്രമേ ഇപ്പോഴത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് കൊതുക്, എലിപ്പനിയൊക്കെ വരും. നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ആ മരുന്ന് മേടിച്ച് ഡോക്സിൻ എന്നാണ് തോന്നുന്നത്. ആ മരുന്ന് മേടിച്ച് കഴിച്ചതിന് ശേഷം തൊഴിലുറപ്പിനാകട്ടെ എന്തിനാ പോകാവുള്ളൂ അവരോട് ചോദിച്ച് വാങ്ങിക്കണം. ഹെൽത്തുകാരോട് ചോദിച്ച് മേടിക്കണം ആ മരുന്ന്, ഗുളിക, പ്രതിരോധ ശക്തിയുള്ള മരുന്ന്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. ഈ തൊഴിലുറപ്പിന് പോണവർ അവർ കൊണ്ട് തന്നിട്ട് ചെയ്യാമെന്ന് കരുതരുത്. നമ്മൾ മേടിച്ച് കഴിക്കണം. ഓക്കെ, എല്ലാവരും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. ബൈ.